സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 അകതാരിലനുദിനം കൃപയരുളും അനുപമ സ്നേഹത്തിൻ ഉറവിടമേ. അളവറ്റ നന്മകൾ അനുഭവിപ്പാൻ അയോഗ്യനെന്നു ഞാൻ കരുതിയപ്പോൾ അൻപോടെ എന്നെ നീ വിളിച്ചുവല്ലോ. ആ മുറിവേറ്റ കരമെന്നെ തഴുകിയല്ലോ. അകതാരിലനുദിനം കൃപയരുളും അനുപമ സ്നേഹത്തിൻ ഉറവിടമേ. അളവറ്റ നന്മകൾ അനുഭവിപ്പാൻ അയോഗ്യനെന്നു ഞാൻ കരുതിയപ്പോൾ അൻപോടെ എന്നെ നീ വിളിച്ചുവല്ലോ. ആ മുറിവേറ്റ കരമെന്നെ തഴുകിയല്ലോ. ശരണർക്കാലംബമായവനേ, അനുതാപമോടിതാ വരുന്നു ഞങ്ങൾ നാഥ. അശരണർക്കാലംബമായവനേ, ആകുല ചിന്തയകറ്റി നീ എന്നെ ആത്മാവിനാലെ നിറയ്ക്കേണമേ. ആകുല ചിന്തയകറ്റി നീ എന്നെ ആത്മാവിനാലെ നിറയ്ക്കേണമേ. നിൻ സ്നേഹമാ
ഇളം തെന്നലെന്നിൽ ചാരുത നൽകിയല്ലോ. നിൻ സ്നേഹമാ ഇളം തെന്നലെന്നിൽ ചാരുത നൽകിയല്ലോ. അകതാരിലനുദിനം കൃപയരുളും അനുപമ സ്നേഹത്തിൻ ഉറവിടമേ, അളവറ്റ നന്മകൾ അനുഭവിപ്പാൻ അയോഗ്യനെന്നു ഞാൻ കരുതിയപ്പോൾ അൻപോടെ എന്നെ നീ വിളിച്ചുവല്ലോ. ആ മുറിവേറ്റ കരമെന്നെ തഴുകിയല്ലോ. അലറും തിരകൾ നടുവിൽ ഞാൻ അലയുമ്പോൾ, അത്താണിയില്ലാതെ വലഞ്ഞിടുമ്പോൾ. അലറും തിരകൾ നടുവിൽ ഞാൻ അലയുമ്പോൾ, അത്താണിയില്ലാതെ വലഞ്ഞിടുമ്പോൾ. അരുകിൽ വന്നു നീ ഓതിയില്ലേ, അമരത്തായി ഞാൻ നിന്റെ കൂടെയില്ലേ. അരുകിൽ വന്നു നീ ഓതിയില്ലേ, അമരത്തായി ഞാൻ നിന്റെ കൂടെയില്ലേ. നിൻ സ്നേഹമാ ഇളം തെന്നലെന്നിൽ ചാരുത നൽകിയല്ലോ. നിൻ സ്നേഹമാ ഇളം തെന്നലെന്നിൽ ചാരുത നൽകിയല്ലോ. അകതാരിലനുദിനം കൃപയരുളും അനുപമ സ്നേഹത്തിൻ ഉറവിടമേ, അളവറ്റ നന്മകൾ അനുഭവിപ്പാൻ അയോഗ്യനെന്നു ഞാൻ കരുതിയപ്പോൾ അൻപോടെ എന്നെ നീ വിളിച്ചുവല്ലോ. ആ മുറിവേറ്റ കരമെന്നെ തഴുകിയല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടി വിയിലെ ഈശോയുടെ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈശോയുടെ വചന വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ വചനത്തിലൂടെ നമ്മൾ കാണുക പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 8ഉം 9ഉം തിരുവചനങ്ങളാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. സ്നേഹമുള്ളവരെ, ഞാൻ ഈ തിരുവചന ഭാഗം എടുക്കാനായിട്ട് വലിയ ഒരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ സന്ദർശിക്കാനായിട്ട് പോയതാണ് ഈ വചനഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒരുപാട് വൃദ്ധരായി വസിക്കുന്ന ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് പോയത്. അവിടെ പോയി ഒരുപാട് പേരുമായി സംസാരിച്ചു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് യാതൊരു കുറവും അവരുടെ ജീവിതത്തിലില്ല. എല്ലാ സൗകര്യങ്ങളും മക്കൾ വേണ്ടതുപോലെ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ആ ഓൾഡ് ഏജ് ഹോമിൽ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അവരുമായി സംസാരിച്ച് തിരിച്ചു പോരുന്ന സമയത്ത് അവിടെയുള്ള ഒരു ടീച്ചർ എൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് ആ ടീച്ചർ പെട്ടെന്ന് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ ഇത്രയും നേരം എന്നോട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണല്ലോ ടീച്ചർ സംസാരിച്ചത്, എന്തേ ഇപ്പോൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞതെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അച്ഛാ,
എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും, എന്തൊക്കെ സൗകര്യങ്ങൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടായാലും ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ അടുത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ടീച്ചർ വിതുമ്പിക്കരഞ്ഞത്. ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇന്നും ഒരുപാട് വിഷമത്തോടു കൂടെ ആ ടീച്ചറുടെ മുഖം ഇന്നും ഞാൻ ഓർത്തു പോവുകയാണ്. തൻ്റെ മക്കളെ കാണാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് ഇന്നൊരു പക്ഷേ ഒരുപാട് അവജ്ഞയിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ തിരക്ക് മൂലം മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ പോലും സമയമില്ലാതെ പലവിധ സ്ഥലങ്ങളിലും കൊണ്ടുപോയി ചെന്നാക്കിയിരിക്കുക. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. എന്നാൽ ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ ഈ വചനങ്ങൾ ഒന്നും കൂടി പ്രസക്തമായി തീരുക. നിൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് നീ ഒരിക്കലും മറക്കാതിരിക്കാനായിട്ടാണ് ഇന്നത്തെ വചനം ഞാൻ പങ്കുവയ്ക്കുക. യഹൂദ പാരമ്പര്യത്തിലൊക്കെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഏറ്റവും വലുതായി കണ്ടിരുന്നവരാണ്. പഴയ നിയമത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിലെ അവിടെ ഇസഹാക്കിനെയും റബ്ബേക്കയെയും നമ്മൾ കാണുന്നുണ്ട്. റബ്ബേക്ക ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ റബ്ബേക്കയുടെ ഉദരത്തിലെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഏസാവും യാക്കോബിനെയും ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവചനം പറഞ്ഞു വയ്ക്കുക, അവർ യുദ്ധം ചെയ്തു എന്നാണ് പറയുക. അവർ ഉദരത്തിൽ വെച്ചുകൊണ്ട്, റബ്ബേക്കയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്? കാരണം അവരുടെ ജീവിതത്തിലെ അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങളോ മറ്റു കാര്യങ്ങളോ സമ്പത്തോ ഒന്നല്ല അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കണ്ടിരുന്നത്. അവരുടെ പാരമ്പര്യം അനുസരിച്ച് അവരുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം അത് അവരുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. റബേക്കയുടെ ഉദരത്തിലെ ഏസാവും യാക്കോബും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ഈ കടിഞ്ഞൂലവകാശമാണ്. എന്താണ് ഈ കടിഞ്ഞൂലവകാശം? മൂത്ത പുത്രന് ലഭിക്കുന്ന അവകാശമാണ് കടിഞ്ഞൂലവകാശം. അതുകൊണ്ട് തന്നെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ആരാണ് ആദ്യം ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുക എന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ യുദ്ധം ചെയ്ത് ആദ്യമായി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഏസാവാണ്. എന്നാൽ ഉടനെ തന്നെ യാക്കോബ് ഏസാവിൻ്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. യാക്കോബ് എന്ന വാക്കിന് അർത്ഥം അതുകൊണ്ട് തന്നെ ഒരു പേര് നൽകിയിട്ടുണ്ട്. കുതുകാല് വെട്ടുന്നവൻ, വഞ്ചകൻ എന്നൊക്കെയാണ് പറയുക. അത് നമ്മൾ പിന്നീട് കാണുന്നത് അവരുടെ ജീവിതത്തിലൂടെ കൂടെ നോക്കുമ്പോഴാണ്. എന്നാൽ അങ്ങനെ പറയുന്ന ഈ യാക്കോബിനെ ഇന്ന് നമ്മൾ വിശുദ്ധ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് യാക്കോബിൻ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരിക്കലും ഏസാവിൻ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. എന്തുകൊണ്ടാണ് യാക്കോബിനെ ഇന്നും നമ്മൾ വിശുദ്ധ ബലിയിലെ നമ്മൾ സഭയിലെ ഏറ്റവും കൂടുതൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? അതിനൊരൊറ്റ കാരണമുള്ളൂ, അത് അവരുടെ ജീവിതത്തിലുണ്ടായ സംഭവം തന്നെയാണ്. ഒരിക്കലേ ഏസാവ് ക്ഷീണിതനായി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ യാക്കോബ് തൻ്റെ കയ്യിലിരിക്കുന്ന ചുമന്ന പായസം അവന് വെച്ചു നീട്ടുന്നുണ്ട്. ഒപ്പം തന്നെ തന്ത്രശാലിയായ യാക്കോബ് ഏസാവിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ നിനക്കിത് തരാം, പകരം നീ നിൻ്റെ കടിഞ്ഞൂലവകാശം എനിക്ക് തരിക. എന്താണ് ഈ കടിഞ്ഞൂലവകാശം? കടിഞ്ഞൂലവകാശം എന്ന് പറഞ്ഞാൽ തൻ്റെ മാതാപിതാക്കളുടെ മൂത്തപുത്രന് ലഭിക്കുന്ന അവകാശമാണ് കടിഞ്ഞൂലവകാശം. യാക്കോബ് ഏസാവിനോട് ആവശ്യപ്പെട്ടത് ഈ മൂത്തപുത്രൻ്റെ അവകാശമായ ഈ കടിഞ്ഞൂലവകാശമാണ്. എന്നാൽ ഏസാവ് ഉടനെ തന്നെ ആ വിശപ്പിനിടയിലെ അവൻ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മറന്ന് അവൻ ആ ഭക്ഷണം മേടിച്ച് അവൻ കഴിക്കുകയും പകരം യാക്കോബിനെ തൻ്റെ കടിഞ്ഞൂലവകാശം വെച്ചു നീട്ടുകയാണ് ചെയ്തത്. വളരെ വേദനാജനകമായ ഒരു വാചകം ഏസാവിനെ കുറിച്ച് അവിടെ എഴുതി ചേർക്കുന്നുണ്ട്. ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം വളരെ നിസ്സാരമായി കരുതി എന്നാണ് പറയുക. 34-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുക: ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം വളരെ നിസ്സാരമായി കരുതി. എന്താണ് അവൻ വളരെ നിസ്സാരമായി കരുതിയത്? തൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം അവൻ വളരെ നിസ്സാരമായി കരുതി എന്നാണ് പറയുക. പിന്നീട് ഏസാവിൻ്റെ ജീവിതത്തിലെ നമ്മൾ കാണുക ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ യാക്കോബാകട്ടെ
പിന്നീട് പിതാവിൻ്റെ അനുഗ്രഹം ലഭിച്ചതോടുകൂടി അവൻ ഒരുപാട് ഉന്നതി ഐശ്വര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പിന്നീട് നേടിയെടുക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലെ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുക, നിന്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഏറ്റവും വലുതാണ് എന്ന് കണ്ടിരുന്ന ഒരു ജനതയെയാണ്. എന്നാൽ ഇന്നത്തെ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതെ, വേണ്ടത്ര രീതിയിൽ ശുശ്രൂഷിക്കാതെ, അവരെ വേണ്ടത്ര പരിഗണന കൊടുത്ത് അവരെ വളർത്താതെ അവരെയൊക്കെ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കൊണ്ടുചെന്നാക്കിയിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അവരുടെ അനുഗ്രഹം ഒന്നു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, മറിച്ച് അവരുടെ അനുഗ്രഹം അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഞാനൊരു ധ്യാനവുമായി ബന്ധപ്പെട്ട് ഒരു ഭവനത്തിലേക്ക് കയറി ചെന്ന ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള അപ്പച്ചൻ തൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് പോയി അമ്മച്ചിയുടെ കട്ടിലിനടിയിൽ നിന്ന് അപ്പച്ചൻ ഒരു പൊതിയെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് നോക്കാനായിട്ട് അത് തുറന്നു നോക്കി. അതിൽ 1 രൂപ നാണയമാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തിനാണ് ഈ 1 രൂപ നാണയം തൻ്റെ അമ്മയുടെ കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, മറ്റാരോ പറഞ്ഞത് കേട്ടതനുസരിച്ച് തൻ്റെ മാതാവിൻ്റെ മരണം എവിടെയോ പോയി പൂജിച്ചു കൊണ്ടുവന്ന് ഈ 1 രൂപ നാണയം വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അമ്മയുടെ മരണം കാണാമെന്നുള്ള തെറ്റായ വിശ്വാസത്തിൻ്റെ പുറത്ത് അദ്ദേഹം എവിടെയോ പോയി പൂജിച്ച് കൊണ്ടുവന്നിരിക്കുന്ന 1 രൂപ നാണയമാണ് തൻ്റെ അമ്മയുടെ കട്ടിലിനടിയിൽ വെച്ചിരിക്കുക. അദ്ദേഹം മാനസാന്തരപ്പെട്ട് അമ്മയെ ഒരുപാട് ശുശ്രൂഷിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുക. സ്നേഹമുള്ളവരെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ആ വ്യക്തി ഒരു കൊലപാതകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ അമ്മയെ നേരിട്ട് അവനെ കുത്തി കൊലപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് അവനൊരു വളഞ്ഞ വഴി കണ്ടെത്തി. അതവൻ്റെ തെറ്റായ വിശ്വാസം അനുസരിച്ച് എവിടെയോ പോയി പൂജിച്ചു കൊണ്ടുവന്നിരിക്കുന്ന 1 രൂപ നാണയം തൻ്റെ അമ്മയുടെ കട്ടിലിനടിയിൽ വെച്ചു. അവൻ ആഗ്രഹിച്ചത് ഒരൊറ്റ ഒന്ന് മാത്രമാണ്, തൻ്റെ അമ്മയുടെ മരണം. സ്നേഹമുള്ളവരെ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, നിൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് ഏറ്റവും വലുത് എന്ന് നീ മറക്കാതിരിക്കുക എന്ന്. ഒരുപക്ഷെ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഞാൻ എന്തുമാത്രം എൻ്റെ ജീവിതത്തിലെ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്ന്. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രായമാകുമ്പോൾ അവരുടേതായ കുറവുകൾ ഉണ്ടായിരിക്കാം, അവരുടേതായ പോരായ്മകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ആ കുറവുകളോടും പോരായ്മകളോടും കൂടി തന്നെ അവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും എനിക്ക് സാധിക്കുമ്പോഴാണ് അവരുടെ അനുഗ്രഹം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കാനായിട്ട് ഇടയായി തീരുക. ഇന്ന് അവരെ ശുശ്രൂഷിക്കാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മളും ചിന്തിക്കണം, വരും തലമുറ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നോട് പെരുമാറുന്നത് ഞാൻ എപ്രകാരമാണ് എൻ്റെ മാതാപിതാക്കളോട് പെരുമാറിയത്, അതുപോലെ തന്നെയായിരിക്കും എൻ്റെ മക്കളും എന്നോട് പെരുമാറുക എന്നത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ വാക്കുമൂലം, നമ്മുടെ പ്രവൃത്തി മൂലം, നമ്മുടെ സംസാരം മൂലം ഒരിക്കലും എൻ്റെ മാതാപിതാക്കൾ വേദനിക്കാനായിട്ട് ഇടയാകരുത്. പുതിയ നിയമത്തിലെ ഇതുപോലെ തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തെ വേണ്ടത്ര വിലമതിക്കാതെ പോയ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ പിതാവിൻ്റെ അടുത്തു നിന്ന് അവൻ്റെ സ്വത്തെല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്ന വ്യക്തി, അത്രയും നാൾ തന്നെ പരിപാലിച്ച് തൻ്റെ കൂടെ കൊണ്ടു നടന്ന തൻ്റെ അപ്പനെ പോലും ഒരിക്കൽ പോലും വിലമതിക്കാതെ അതിനേക്കാൾ അപ്പുറത്ത് അവൻ്റേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവൻ്റെ സ്വന്തം സുഖത്തിനു വേണ്ടി അപ്പൻ്റെ സാന്നിധ്യത്തെ മറന്ന് അപ്പൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ദൂരദേശത്തേക്ക് പോകുന്ന ധൂർത്തപുത്രനെയാണ് നമ്മൾ തിരുവചനത്തിൽ കാണുക. അവൻ പിതാവിൽ നിന്ന് അകന്നു പോയത് എന്നു മുതലാണോ അന്നു മുതലേ അവൻ്റെ ജീവിതത്തിലെ തകർച്ച ആരംഭിക്കുകയായി. ഒരുപക്ഷേ കുറച്ച് നാളത്തേക്ക് അവൻ അവൻ്റെ സന്തോഷത്തിലൂടെ കടന്നുപോയെങ്കിലും ആ സന്തോഷമൊന്നും അവന് യഥാർത്ഥത്തിലുള്ള ഒരു സംതൃപ്തിയിലേക്ക് അവനെ നയിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവൻ പിന്നീട് അവന് ചിന്തിക്കാനായിട്ടിടയായി തീർന്നത്, തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം
തനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ, തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുമെന്നുള്ള ഉറച്ച ഒരു നിലപാടെടുക്കാൻ ധൂർത്തപുത്രനായത് അതുകൊണ്ടാണ് പിന്നീട് ധൂർത്തപുത്രൻ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം നഷ്ടപ്പെട്ട അവൻ തൻ്റെ പിതാവ് തന്നെ സ്നേഹിക്കും, തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം വേണം എന്നുള്ള നിർബന്ധത്തോടു കൂടെ അവൻ വീണ്ടും ആ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത്. അവിടെയാണ് പിതാവിൻ്റെ സ്നേഹം കാണുക. തൻ്റെ മകനെ കാത്തിരിക്കുന്ന അപ്പൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രം. ഒരപ്പച്ചൻ പറഞ്ഞത് ഓർക്കുകയാണ്, അച്ഛാ, ഇത്രയും നാൾ ഞങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചത് വെറുതെയായി. ഞാൻ ഓർക്കുകയാണ്, അവരെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം പഠിപ്പിച്ചപ്പോൾ അവരൊക്കെ ഇന്ന് വിദേശത്താണ്, ഞാനും ഭാര്യയും ഇന്ന് തനിച്ച. ഞാനിപ്പോൾ ഓർക്കുകയാണ്, അവരെയൊന്നും പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണക്കാരനെ പോലെ അവരെ വളർത്തിയാൽ മതിയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ചിന്തകളുണ്ടായിരിക്കും. അങ്ങനെ മക്കൾ ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചേരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അവരുടെ ആഗ്രഹം. എങ്കിലും അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ മക്കൾ തങ്ങളോട് കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത. അതില്ലാതെ വരുമ്പോഴാണ് ഒരുപക്ഷെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ അവർ വളർത്തുന്ന സമയത്ത് ഭൗതികമായ വിജ്ഞാനത്തോടൊപ്പം വിശ്വാസത്തിൻ്റെ ഒരു വിജ്ഞാനം കൂടി പകർന്നു കൊടുക്കാൻ മറന്നുപോയതായിരിക്കാം ഒരുപക്ഷെ അവരുടെ മക്കൾ വഴിതെറ്റാനായിട്ടിടയായിത്തീർന്നത്. ചില സ്ഥലങ്ങളിലെ കിടപ്പ് രോഗികളായി കഴിയുന്നവരുടെ ഇടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വലിയ തലയും അതുപോലെ തന്നെ ചെറിയ ഉടലുമായിട്ടുള്ള വ്യക്തികൾ. അവരൊരിക്കലും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഒരിക്കലും തങ്ങളുടെ ശരീരത്തിൽ ഒരു ബാലൻസ് ലഭിക്കില്ല. കാരണം വലിയ തലയാണ്, ഉടലാണെങ്കിൽ ഏറ്റവും ചെറുത്. അതുകൊണ്ട് ഒരിക്കലും അവർ എഴുന്നേറ്റ് നിൽക്കില്ല. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് ഭൗതികമായിട്ടുള്ള വിജ്ഞാനം അവരുടെ ജീവിതത്തിലെ കുത്തി നിറച്ചു കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഭൗതികമായ വിജ്ഞാനം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ തല മാത്രമാണ് വളർന്നു വരിക. മറ്റു ശരീരഭാഗങ്ങൾക്ക് വേണ്ടത്ര വളർച്ച ലഭിക്കാതിരിക്കും. അതുകൊണ്ട് ഭൗതിക വിജ്ഞാനത്തോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ വിജ്ഞാനവും കൂടി പകർന്നു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഭൗതിക വിജ്ഞാനവും ആധ്യാത്മികമായിട്ടുള്ള വിജ്ഞാനവും ഒരുമിച്ച് പോകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സന്തുലിതാവസ്ഥയിൽ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുക. അല്ല എങ്കിൽ നമ്മുടെ മക്കളായാലും ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുടെ മുൻപിൽ വരുമ്പോൾ അവർക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. അവിടെ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. മാതാപിതാക്കൾ നൽകിയ നല്ല മാതൃകകൾ, വിശ്വാസത്തിൻ്റെ നല്ല പാഠങ്ങൾ അത് അവരുടെ ജീവിതത്തിലുണ്ട് എങ്കിലേ തീർച്ചയായിട്ടും അവർക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അവരൊരിക്കലും തങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകാനായിട്ടിടയായിത്തീരില്ല. തങ്ങളുടെ മാതാപിതാക്കളെ അവരെപ്പോഴും ചേർത്ത് നിർത്തും. അതുകൊണ്ട് മാതാപിതാക്കളും ചിന്തിക്കണം, എൻ്റെ മക്കളെ ഞാൻ എപ്രകാരമാണ് വളർത്തേണ്ടത്, എപ്രകാരമാണ് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയുക ക്രിസ്ത്യൻ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങൾ എന്നാണ് പറയുക. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങൾ എന്നാണ് പറയുക. എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് തിരിയുന്ന കുടുംബങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ആ തിരിയുന്ന കുടുംബങ്ങളിൽ നിന്നാണ് പലപ്പോഴും തിരിയുന്ന മക്കളായിട്ട് മാറുക. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകകളാകാനും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുമ്പോഴും നമുക്ക് ഈ ചിന്തയോടുകൂടെ അവരെ വളർത്തി വലുതാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നല്ല രീതിയിൽ നമ്മുടെ കതിരിൽ വളം വയ്ക്കുന്നത് പോലെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ തീർച്ചയായിട്ടും വാർദ്ധക്യത്തിലെത്തുമ്പോഴും അവർ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കും. എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ചിന്ത അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ചിന്ത അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും. ഒരുപക്ഷെ മരണശേഷവും അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മാതാപിതാക്കളുടെ ആ സാന്നിധ്യമായിരിക്കാം. അങ്ങനെ അവർക്ക് ആ സാന്നിധ്യം ഒരു അനുഗ്രഹമായി തീരണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ മക്കൾക്ക് വലിയ അനുഗ്രഹമായി തീരാനായിട്ട് അവർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്.
ആദ്യമേ തന്നെ പറഞ്ഞ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ തങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് ഏറ്റവും വലുത് എന്ന് നമ്മുടെ മക്കൾക്ക് അത് ബോധ്യമാകണമെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ശരിയായിട്ടുള്ള ജീവിത ശൈലികൾ, ജീവിത മാതൃകകൾ അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിൻ്റെ മാതാപിതാക്കളുടെ വലിയ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ എന്നും നീ കാത്തു സൂക്ഷിക്കുക. അതൊരിക്കലും നീ നഷ്ടപ്പെടുത്തരുത്. അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വേണ്ടത്. സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, മറിച്ച് നിൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം. അത് നമ്മുടെ ജീവിതത്തിൽ എന്നും പൂർത്തീകരിക്കുവാൻ, എന്നും പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഒപ്പം മാതാപിതാക്കൾ മക്കൾക്ക് നല്ല മാതൃകകളായി തീരും എന്നുള്ള വലിയ തീരുമാനത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലെ വിശ്വാസയോഗ്യമായ ജീവിത ശൈലികളെ രൂപപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള കുടുംബങ്ങളായിട്ട് മാറാൻ, മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ജീവിക്കുന്ന നല്ല കുടുംബങ്ങളായിട്ട് മാറാനായിട്ട് നമ്മുടെ ഒക്കെ കുടുംബങ്ങൾ കാരണമായി തീരും. അതിനെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് ഒരുമയോടുകൂടെ പ്രാർത്ഥിച്ചൊരുങ്ങി ജീവിക്കുന്ന കുടുംബമായി തീരുവാൻ, പരസ്പരം എന്നും പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. മാതാപിതാക്കൾ മക്കളും തമ്മിൽ എന്നും ഒരുമിച്ച് വാഴുന്ന നല്ല കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന